എന്റെ ആ തിരുവനന്തപുരം സ്ലാങ്ങിൽ തന്നെ ആദ്യം തുടങ്ങുമെന്ന് കരുതി. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഒരുപാട് സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് കാസർഗോഡ് വരുന്നത്. അതിന് നിങ്ങൾ കാണിച്ച ഈ സ്നേഹപ്രകടനം എനിക്ക് ഒരുപാട് സന്തോഷമായി. തീർച്ചയായിട്ടും ഈ ഫാഷൻ രംഗത്ത് കാസർഗോഡിന് തന്നെ ഒരു തിലകച്ചാർത്തായി വിവാ മാൾ റെഡിയായി കഴിഞ്ഞു. ശരിക്കും ഒരുപാട് പരസ്യങ്ങളൊക്കെ കൊടുത്ത് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും സെലക്ഷൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാനിവിടെ കംപ്ലീറ്റ് കയറി കണ്ടു. ഇപ്പോൾ ജെൻസിനായാലും ലേഡീസിനായാലും പ്രത്യേകം സെക്ഷനിൽ സജ്ജീകരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാണ്, പുതുമയാർന്ന വസ്ത്രങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് ഞാനിവിടുന്ന് കുറെ പർച്ചേസ് ചെയ്തുകൊണ്ടേ പോകും. കാര്യം അത്ര നല്ല വസ്ത്രങ്ങളാണ്. പിന്നെ ചപ്പിൾസിനായിട്ട് പ്രത്യേക ഷോറൂം, ലേഡീസ് ബാഗ്, ബ്യൂട്ടി പാർലർ. അപ്പൊ ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കണ്ടേ ചിലതൊക്കെ. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ട് എല്ലാം ഒരു കുട കീഴിൽ എന്ന് പറയുന്നത് പോലെ വിവാ മാൾ ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാനായിട്ട് റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ വലിയ അവസരം നിങ്ങൾ പാഴാക്കരുത്. അല്ല, എന്നോട് പറഞ്ഞു പാട്ട് പാടുന്നതെന്ന്. അതായത് അത് ലാസ്റ്റ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വെടിവെക്കുന്നത് പോലെ ആയിപ്പോയി. കാര്യം ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ പോകും. ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും പ്രശസ്ത ഗായിക ഉഷ ഉദുപ്പുമായിട്ട് ഒരു ഗാനം ദുബായിൽ വെച്ച് ആലപിച്ചു. ജനഗണമന അതിനായക ജയവേ. അങ്ങനെയുള്ള പാടി പരിചയമുള്ളൂ, അല്ലാതെ പാടിയിട്ടൊന്നുമില്ല. അതാണ് ആദ്യം പറഞ്ഞത്. തിരുവനന്തപുരം സ്ലാങ്ങിലാണ് ആദ്യം ഞാൻ സംസാരിച്ചത്. ഹലോ. ഇനി ഞാനൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം. ആരെ വേണ്ട? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാട് തട്ടി മലയാളി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകമാക്കാൻ നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുക. വിവാ മാൾ റെഡിയായിട്ടുണ്ട്. നിൽക്കാം. ഇനി ആരെ വേണം? ലാലേട്ടനെ കൂടെ. ഓക്കെ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളിരുന്ന ഒരു വേനൽ കല്ല് കോളയാൾ വിധിച്ചു. മിയാറ്റൻസിന്റെ കോളയ, ഖരാലകളുടെ കോളയ. ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേർന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ, ചെവിക്കോർക്കാൻ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സുന്ദരത്തിന്റെ പണി. വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിവാ മാൾ. താങ്ക് യു. ബിന്ദു പണിക്കരെ കൂടെ ഇമിറ്റേറ്റ് വിടുള്ളൂ. ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു.